നമ്മൾ ഈ നടന്നു പോകുന്ന സ്ഥലങ്ങളും ഈ കടകളെല്ലാം ഈ പ്രദേശം മൊത്തം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഭൂമിയിൽ നിന്ന് പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അത് നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇങ്ങനൊരു നാട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. റോഡും കടകളും വീടും വീടിൻ്റെ മുറ്റവും സ്കൂളും കമ്പനികളും കളിസ്ഥലങ്ങളും അങ്ങനെ ഒരു നാട് മുഴുവൻ നിൽക്കുന്നത് പില്ലറിൻ്റെ മുകളിൽ വാർത്തുണ്ടാക്കിയ കോൺക്രീറ്റ് സ്ലാബിൻ്റെ മുകളിലാണ്. അതുമാത്രമല്ല മറ്റു പല പ്രത്യേകതകളുമുള്ള മലേഷ്യയിലെ സെലാങ്കോർ സംസ്ഥാനത്തിലുള്ള ആ നാടിൻ്റെ പേരാണ് ഞണ്ട് ദ്വീപ്. ഹലോ, നമ്മളപ്പോൾ മലേഷ്യയിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ ജായിദ് ബ്രോ ഇന്ന് പോവാണ്. കമൺ ബഡ്ഡി. അതാ സ്റ്റീഫൻ ബ്രോ എന്നെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞാനും സ്റ്റീഫനും ഇന്ന് എങ്ങോട്ടാ പോകുന്നത് എനിക്കറിയില്ല. സർപ്രൈസ് ആണ് അത്ര, എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ഇന്നും കൂടി ഈ പരിസരത്തൊക്കെ ഉണ്ടാവാന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ വേറെ എങ്ങോട്ട് പോവാന്ന് കണ്ട് അദ്ദേഹത്തിന്റെ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. ജായിദ് ബ്രോ ജപ്പാനിലേക്ക് പോവാണ് എന്നെ കൂട്ടാതെ. നിങ്ങൾ എന്നെ കൂട്ടാതെ ഓൾറെഡി പോയി വന്നല്ലോ, പകരം വീട്ടാണ്. പകരം വീട്ടാണ് അത്ര. അപ്പൊ ആയിക്കോട്ടെ, ശരി. ഹാപ്പി ജേർണി. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റീഫൻ ബ്രോന്റെ വണ്ടി. ഇപ്പൊ ഓപ്പണായി. ഓക്കെ ഓക്കെ. അപ്പോ അങ്ങനെ ആദ്യമായിട്ട് സ്റ്റീഫൻ ബ്രോന്റെ വണ്ടിയിൽ കയറി. ഫസ്റ്റ് നമുക്ക് കുറച്ച് ഭക്ഷണം കഴിക്കാൻ പോവാം. പിന്നെ രണ്ട് ചോയ്സ് ഞാൻ പിന്നെ പറയാം. ഓക്കെ, ടൈമിങ് ചിലപ്പോൾ ഓക്കെയാണ്, കുറച്ച് നേരത്തെ അല്ല, പക്ഷെ ഓക്കെയാണ് ടൈമിങ്. നമുക്ക് പോവാം. അപ്പൊ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളന്ന് ജപ്പാനിൽ നിന്ന് കണ്ട വീഡിയോ ഇട്ടതിന് ശേഷം കുറെ പേര് നമ്മൾ പറഞ്ഞില്ല നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യണമെന്ന്. അപ്പൊ ഒരുപാട് പേര് കമന്റിലും മെസ്സേജിലൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നത് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണെന്ന്. ഓ, അങ്ങനെയാണോ? ശരിക്കും എല്ലാവർക്കും നിങ്ങൾ മലയാളം സംസാരിക്കുന്നത് കാണുമ്പോ ഭയങ്കര അത്ഭുതല്ലേ. താങ്ക് യു. ഈ ബസ് കണ്ടോ പച്ച കളർ? ഗോ KL ഫ്രീ ആണ്, ഫ്രീ ബസ് ആണ്. ടിക്കറ്റ് ആവശ്യമില്ല, ജസ്റ്റ് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ഫ്രീ ആണ്. ഓക്കെ, ഈ ഗോ KL എന്ന് പറയുന്ന ഈ ഒരു പച്ച കളർ ബസ് മാത്രം എല്ലാവർക്കും ഫ്രീ ആ? ഫോറിനേഴ്സിനും എല്ലാം ഫ്രീ ആണ്. ഈ ഞാൻ ഹിന്ദി ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അതിനകത്ത് ആളുകളുടെ ബഹുമാനം കുറവായിരിക്കും നമ്മുടെ സംസാരത്തിൽ. നമുക്ക് കറക്റ്റായിട്ട് ആ ഭാഷ അറിയാത്തത് കൊണ്ടാണ്, നമ്മൾ പഠിച്ചെടുത്തതല്ലേ. ആ ഒരു പ്രശ്നം ചില ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോകളിൽ കമന്റ് ചെയ്യാറുണ്ട് കേട്ടോ. മുതിർന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ബഹുമാനം ഫീൽ ചെയ്യില്ല എന്നുള്ളത് അത് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. അതെനിക്ക് സ്റ്റീഫന്റെ കൂടെ ഇരിക്കുമ്പോൾ മലയാളം സംസാരിക്കുമ്പോൾ എനിക്ക് ചില കേസിലൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. ഇപ്പൊ സ്റ്റീഫൻ കുറച്ച് മുതിർന്ന ആൾക്കാരോടാണെങ്കിൽ പോലും ചിലപ്പോൾ നിന്റെ എന്ന് പറയും, നമ്മൾ നിന്റെ എന്ന് പറയില്ലല്ലോ. നമ്മളത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അതിന്റെ ആ ഒരു പ്രശ്നം എന്താന്നുള്ളത്. ഈ സൈഡ് നമ്മുടെ ഈ സൈഡ് കോലംപൂർ ഫെഡറൽ ഏരിയ ആണ്. ഈ ആഴ്ച ശേഷം കൊല്ലംപൂർ പുറത്ത് ഇത് സംസ്ഥാനമാണ്. സോ നൗ വി ആർ ഔട്ട്സൈഡ് ഓഫ് കൊല്ലംപൂർ. കൊല്ലംപൂർ പുറത്ത് വന്നു. ഈ സംസ്ഥാനമാണ്, സംസ്ഥാനം പേര് സെലാങ്കോർ. അത് സംസ്ഥാനം പേര്. പക്ഷെ ഈ ഡിസ്ട്രിക്ട് ഈ ഏരിയ പേര് പത്താലിംഗ് ജയ. അപ്പൊ കോലാലംപൂർ ഫെഡറൽ ഏരിയ വിട്ടു നമ്മൾ കേട്ടോ. അതാണ് ഇപ്പൊ പറഞ്ഞു വന്നത്. നമ്മളീ പോകുന്ന ഹൈവേന്റെ പേര് ഫെഡറൽ ഹൈവേ എന്നാണ് കേട്ടോ. അതായത് കോലാലംപൂരിനെയും പിന്നെ ഈ സെലാങ്കോറിലെ ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലാങ്ങിനെയും കണക്ട് ചെയ്യുന്ന ഹൈവേ ആണിത്. ഒരുപാട് പഴയ ഹൈവേ ആണ്. അപ്പോൾ ക്ലാങ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം 35-40 കിലോമീറ്ററോളാണ് ദൂരമുള്ളത്. അവിടുന്ന് പിന്നെ നമ്മൾ വേറെ ചില മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. സ്റ്റീഫൻ സർപ്രൈസ് ആണ്, എല്ലാം ഓപ്പൺ ആയിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്തിട്ടോ എങ്ങോട്ടാ പോകുന്നുള്ള കാര്യം. പോയി നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കണ്ടേ? പിന്നെ കൊല്ലംപൂർ ആക്ച്വലി സ്റ്റാർട്ടിങ് 1850 മുൻപ് ആയിരുന്നു. അത് മുൻപല്ലേ ക്ലാങ് ആക്ച്വലി സെലാങ്കോർ ക്യാപിറ്റൽ ആയിരുന്നു മുൻപ്. സെലാങ്കോറിന്റെ ക്യാപിറ്റൽ മുൻപ്. ഇപ്പോ എല്ലാ കേരള ഷിഫ്റ്റ് ചെയ്തു. മുൻപ് രാജാവ് പാലസ് അങ്ങനെ റോയൽ ഏരിയ അല്ലേ, ക്ലാങ് ആയിരുന്നു. നമ്മളിപ്പോ ജസ്റ്റ് ഹൈവേന്ന് ഡീവേറ്റ് ചെയ്തിട്ട് ഷാലം, സെലാങ്കൂറിലെ മറ്റൊരു ഡിസ്ട്രിക്റ്റ് ആണ് ഷാലം. നമ്മൾ അങ്ങോട്ട് കയറിയിട്ടോ എന്തെങ്കിലും കഴിക്കണം. അപ്പൊ ഇവിടുന്ന് കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഭാഗത്തൊക്കെ നമുക്ക് ഒരുപാട് ഈ മാനുഫാക്ചറിങ് കമ്പനികൾ, ഫാക്ടറീസ്, വെയർ ഹൗസസ് ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ ഈ ഹൈവേയുടെ തൊട്ടടുത്താണ്, ട്രാൻസ്പോർട്ടേഷൻ ഈസിയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം ക്ലാങ്, അവിടെ പോർട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്പോർട്ടിങ്ങിനും ഒക്കെ ഈസി ആയതുകൊണ്ടായിരിക്കും ഇവിടെ ഒരുപാട് ഫാക്ടറീസും വെയർ ഹൗസസ് ഒക്കെ കാണുന്നുണ്ട്. ഈ സ്ഥലത്ത് പേര് ഷാലം, സെക്ഷൻ 19, സെക്ഷൻ 19 ഷാലം ഡിസ്ട്രിക്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങിട്ടോ. ഇതാ ഇവിടെ ഷാസ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്നാണ് നമ്മുടെ സ്റ്റീഫൻ ബ്രോ പറയുന്നത്.
ഇവിടെ ഉള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ മലയാളികളൊക്കെ നമ്മുടെ സ്റ്റീഫൻ ബ്രോക്ക് പരിചയമുണ്ട് കേട്ടോ. എല്ലാവരും പുള്ളിയുടെ കമ്പനിയാണ്. എപ്പോഴും നിങ്ങളുടെ പരിപാടി കാണുകയും പിടിക്കുകയും ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഇന്നലെ ഞാൻ എടുത്ത് നോക്കിയതേ ഉള്ളൂ. ആണോ? പേരെന്താ നിങ്ങളെ? എന്റെ പേര് സുധീർ. സുധീർ. നാട്ടില് കരുനാഗപ്പള്ളി. ആ ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരും സ്റ്റീഫന്റെ ഫ്രണ്ട്സ് ആണ് അല്ലേ? ഇവിടെ ഉള്ള മലായിക്കാര് ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ സ്റ്റീഫന് മലയാളി ഫ്രണ്ട്സ് ആണ്. ഞാൻ നാട്ടിൽ പോയിട്ട് വിളിച്ചു. അന്നേരം പറഞ്ഞു ഞാൻ പയ്യന്നൂരിലാണ്. പിന്നെ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു അല്ലേ? അതെ അല്ലേ? എവിടെയായിരുന്നു? തൃക്കരിപ്പൂര്. ആ ഓക്കെ ഓക്കെ. ബസ് സ്റ്റാൻഡിൽ നിന്നിട്ടാണ്. നമുക്ക് ഇവിടുത്തെ ഫുഡ് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴും കണ്ടായിരുന്നില്ല എങ്ങനെ വെച്ചത്. ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഫിഷ് തന്നെ ഉണ്ടോ, പല തരത്തിലുള്ള പല രാജ്യങ്ങളിലുള്ള ടേസ്റ്റുള്ള സംഭവങ്ങളുണ്ടാവും. അതിനകത്ത് ഭയങ്കര കൺഫ്യൂഷനാണ് എന്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റീഫനോട് ഞാൻ പറഞ്ഞിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊണ്ടുവന്നാൽ മതി കണ്ടിട്ടുണ്ട്. നിസാം വിൽക്കുന്ന വീഡിയോ ഇല്ല, ഇന്നലെ കൂടെ കണ്ടതേ ഉള്ളൂ. പുതിയതെല്ലാം വന്ന് നോക്കിയതേ ഉള്ളൂ. നമസ്കാരമുണ്ട്. പേരെന്താണ്? നസീർ. നസീർ. ഓക്കെ, അടിപൊളി. നാട്ടിലെവിടെ? നാട്ടിലാണ് കരുനാഗപ്പള്ളി. സ്റ്റീഫന് കഴിക്കാൻ ഒരു പൊറോട്ടയാണ്, അതിൻ്റെ കൂടെ കുറച്ച് കറികളുണ്ട്. പിന്നെ എനിക്കിതാ 2 ദോശയാണ്, സാമ്പാറും ചട്നിയൊക്കെ ഉണ്ട്. പിന്നെ സലാഡ്, നോർമൽ സലാഡുണ്ട്. ഇത് വെണ്ടക്കയും ക്യാരറ്റുമാണ്. ഇത് വഴുതനങ്ങ പൊരിച്ചതാണ് കേട്ടോ, വഴുതനങ്ങ ഫ്രൈ ചെയ്തതാണ്. ഇത് ചിക്കൻ ഫ്രൈ അല്ലേ? ചിക്കൻ ഫ്രൈ ആണ്. ഇതൊരു ഫിഷ്. പിന്നെ ഇതാ ഒരു ക്യാരറ്റ് ജ്യൂസ് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിന്നെ ലഞ്ച് വേറെ, ഡിന്നർ വേറെ, ടീ ടൈം വേറെ. ഇവിടെ വന്ന് ഇരുന്നതിന് ശേഷം വീണ്ടും നമ്മുടെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് മട്ടൻ്റെ കറി കൂടി കൊണ്ടുവന്നു കേട്ടോ. സ്റ്റീഫൻ മട്ടൺ ട്രൈ ചെയ്യും, സൂപ്പറാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതെല്ലാം കഴിക്കട്ടെ കേട്ടോ. ഇവര് വരുമ്പോഴേ 2 ആഴ്ചയില് 10 കിലോ മേലെ കൺഫേം. ആ ഭക്ഷണം മുഴുവൻ തീർത്തു കേട്ടോ. ആ ഭക്ഷണം മുഴുവൻ തീർത്തു എന്നത് മാത്രമല്ല, ലാസ്റ്റ് പിന്നെ കുറച്ച് ബിരിയാണി റൈസും കൊണ്ടു തന്നു അല്ലേ? അതും തീർത്തു കേട്ടോ. സ്റ്റീഫൻ ബ്രോ പറഞ്ഞ പോലെ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് 10 കിലോ കൂടും. 10 കിലോ നിന്നാ ബാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കുറച്ച് ടൈം ലേറ്റായി. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ക്ലാങ് ഭാഗത്തേക്ക് പോവാം അല്ലേ? അതായത് ക്ലാങ് എന്നാണ് ഡിസ്ട്രിക്റ്റിന്റെ പേര്. നമ്മൾ പോകുന്ന സ്ഥലത്ത് പോർട്ട് ഉണ്ട്, അപ്പൊ അവിടെ പോർട്ട് ക്ലാങ് എന്ന് പറയും അല്ലേ? അതെ അതെ, അതാണ്. പിന്നെ സർപ്രൈസ്. പിന്നെ സർപ്രൈസ്. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് സർപ്രൈസ് എന്ന്. ഇവിടെ കണ്ടോ, ഈ ക്ലാങ് എഴുതിയതിന്റെ തൊട്ടടുത്ത് കണ്ടോ ഒരു കപ്പലിന്റെ ചിഹ്നം കണ്ടോ? പോർട്ട് ഉള്ളത് കൊണ്ടാണ് അവർ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കപ്പലിന്റെ ചിത്രം എഴുതിയിട്ടുള്ളത്, വരച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പോർട്ട് ക്ലാങ് എത്തിട്ടോ. പോർട്ട് ക്ലാങ് എത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് സേഫ് ആയിരിക്കും എന്നാണ് നമ്മുടെ സ്റ്റീഫൻ ബ്രോയുടെ അഭിപ്രായം. പോലീസ് സ്റ്റേഷൻ കണ്ടോ, ബലായ് പോലീസ്. പോലീസിൻ്റെ സ്പെല്ലിങ് ഇങ്ങനെയാണ് കേട്ടോ. ബലായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനാണ്, ബലായ് പോലീസ്. എങ്ങനെ വെള്ളം കുറച്ച് കുടിച്ചിട്ട് പോവാം അല്ലേ? ബോട്ടിൽ എടുക്കണ്ടല്ലോ. ആള് പക്ക സിസ്റ്റമാറ്റിക് ആണ് കേട്ടോ സ്റ്റീഫൻ ബ്രോ. ഒരു ചെറിയൊരു പാക്കറ്റ് ടിഷ്യൂ വന്നു, ഇത് കയ്യിൽ വെച്ചോ പറഞ്ഞിട്ട്. വണ്ടിയിൽ വെള്ളമൊക്കെ ഉണ്ട്, എടുത്തിട്ടുണ്ട്. പുള്ളി നേരത്തെ തന്നെ കരുതിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു വേസ്റ്റ് ബിൻ ഉണ്ട് കേട്ടോ, ഡസ്റ്റ് ബിന്ന് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റേഷന് നേരെ മുന്നിൽ തന്നെ വണ്ടി ഇട്ടേക്കണത് കേട്ടോ. ഇതാ നമ്മളിപ്പോൾ ഈ വഴിക്കാണ് ഇങ്ങോട്ട് വന്നത്. ഇനി അങ്ങോട്ട് കുറച്ച് നടക്കണം. നമുക്ക് പോവേണ്ടത് കുറച്ച് നടക്കാനുണ്ട്, പക്ഷെ ആ ഭാഗത്ത് പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വണ്ടി ഇവിടെ ഇട്ടത്. നടന്ന് നമ്മൾ ഇവിടെ എത്തിട്ടോ, ടെർമിനലിലെത്തി. അതായത് പെനുംപാങ് സൗത്ത് പോർട്ട്. എന്താണ്, നമ്മളൊരു ഐലൻഡിലേക്കാണ് പോകുന്നത് എന്നാണ് സ്റ്റീഫൻ പറയുന്നത്. എന്താ ഐലൻഡിന്റെ പേര്? ഐലൻഡ് പേര് മലയാള ഭാഷ പുലാവ് കെത്താം. പുലാവ് കെത്താം. പുലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലാവ് ഈസ് ഐലൻഡ്. കെത്താം. കെത്താം. ഓക്കെ ഓക്കെ. കെത്താം എന്ന് പറയുമ്പോൾ ഞണ്ടാണ് കേട്ടോ. പുലാവ് കെത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞണ്ട് ഐലൻഡ്, ഞണ്ട് ദ്വീപ്, ക്രാബ് ഐലൻഡ്. അപ്പോൾ ക്രാബ് ഐലൻഡിലേക്ക് പോകാനുള്ള ഫെറി അല്ലേ? ഫെറി നമുക്ക് ഇവിടെ കിട്ടും. അതിന്റെ പോർട്ടാണിത്. കണ്ടോ? അവിടെ ഒരു ഞണ്ടിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, സ്വർണ്ണ കളറില്. ഓക്കെ, നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെയാണ് പോർട്ട് ക്ലാങ്. ഓക്കെ, ഇവിടെ പോർട്ട് ക്ലാങ് പുലാവ് കെത്താം ജെട്ടി. ക്രാബ് ഐലൻഡ് ജെട്ടി. ഇവിടെ ഫെറി എടുക്കുമ്പോൾ ഈ ചെറിയ ലേന പോവാം. പിന്നെ ഇവിടെ എത്തും ക്രാബ് ഐലൻഡ്, പുലാവ് കെത്താം. ക്രാബ് ഐലൻഡ് അല്ലേ? അതിന് മുമ്പ് വേറെ ഐലൻഡ് ഉണ്ട്, പക്ഷെ അത് ഫുൾ ഫോറസ്റ്റ് ആണ്. ഇത് ഫുൾ ഫോറസ്റ്റ് ആണ്. നമ്മൾ ഇതിലേക്കാണ് കേട്ടോ പോകുന്നത്. ഈ ക്രാബ് ഐലൻഡിന്റെ ഒരു ഐക്കൺ എന്ന രീതിയിലായിരിക്കും ഒരു വലിയൊരു ഗോൾഡൻ കളർ ഞണ്ടിനെ ഉണ്ടാക്കി വെച്ചേക്കാണ് ഈ ജെട്ടിയിൽ. അതായത് ഈ ക്രാബ് ഐലൻഡിലെ ഫിഷിംഗ് കമ്മ്യൂണിറ്റി ജീവിക്കുന്ന സ്ഥലമാണ്, ചെറിയ വില്ലേജുകളൊക്കെയാണ്. അപ്പോൾ അവിടെ ഒന്ന് കറങ്ങി നടക്കാം, അവരുടെ ലൈഫൊക്കെ കാണാം എന്നുള്ളതാണ് സ്റ്റീഫൻ ഈ ഒരു ട്രിപ്പിൽ ഉദ്ദേശിക്കുന്നത്.
ഇവിടെ കണ്ടോ ഇപ്പോൾ ലോ ടൈഡാണ് കേട്ടോ, വേലിയിറക്കം സംഭവിച്ച സമയമാണ്, ഇവിടെ ഒന്നും വെള്ളമില്ല. ഇവിടെ ജെറ്റിയ വരുമ്പോൾ ആക്ച്വലി കുറേ ടൈപ്സ് ബോട്ട് ഉണ്ട്. ഏറ്റവും പ്രൈസ് കുറവല്ലേ അത് നോർമൽ ഫെറിയാണ്. പക്ഷെ നോർമൽ ഫെറി അല്ലേ അത് ക്ലോസ് ആണ്, ഓപ്പൺ എയർ അല്ല, AC ആണ്, പുറത്ത് കാണാൻ പറ്റില്ല. അത് ഒരു വർഷത്തേക്ക് 1 വേ ആണ്, ചിലപ്പോൾ 10 റിംഗിറ്റ് 11 റിംഗിറ്റ് വരും. അത് നമ്മൾ പോകുമ്പോൾ ഈ അലിബാബ ഫെറിയാണ്, അലിബാബ കമ്പനി ഫെറിയാണ്. അത് ഓപ്പൺ എയർ ഉണ്ട് മേലെ, അത് കുറച്ച് മേലെ കുറച്ച് മാത്രം കൂടും. ലാസ്റ്റ് ഫെറി അഞ്ചരക്ക് ലാസ്റ്റ് ഇങ്ങോട്ടുള്ള വണ്ടി. അത് മിസ്സാണെങ്കിലേ അവിടെ നിൽക്കേണ്ടി വരും. കൗണ്ടർ പറഞ്ഞു മിസ്സാണെങ്കിലേ ഈ സ്റ്റേജ്. നമ്മൾ മുമ്പ് മലേഷ്യ വന്നപ്പോഴും പറഞ്ഞിരുന്നു, ശ്രദ്ധിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ, ഇവരുടെ ചില വാക്കുകൾ എഴുതുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടു ക്ലിനിക്ക്, KLINIK, ക്ലിനിക്ക്. നമ്മളെങ്ങനെയാണോ പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് അതുപോലെ എഴുതിയിരിക്കുന്നത്. ടാക്സി, TEKSI, ടാക്സി കറക്റ്റ്. അത് വേറെ ഡൗട്ടൊന്നുമില്ല. പോലീസ്, POLIS. എന്താ സംഭവം അങ്ങനെ? മലായ് ഭാഷ ഇവിടെ മലേഷ്യ നമ്മുടെ എന്താണ് നാഷണൽ ലാംഗ്വേജ്, ദേശീയ ഭാഷ. മലായ് ഭാഷ, മലേ ലാംഗ്വേജ്. Okay, we also call it as Malaysian language or bahasa Malaysia. But actually now we call it bahasa Melayu. Okay, Malay bahasa. So Malay bahasa le akshara is Roman characters, ABC ana. Okay, English പോലെയാണ് or Latin പോലെയാണ്, same ABC ആണ്. Easier പഠിക്കാൻ ലാംഗ്വേജ് ആണ്. Okay, കാരണം ഓൾസോ കുറേ വാക്കുകളെ വേറെ ഭാഷ അങ്ങനെ സെയിം ആണ്. ഫോർ എക്സാമ്പിൾ ഭാഷകളിൽ നിന്നുള്ള കുറേ വാക്കുകൾ മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സിറ്റി സെയിം യൂണിവേഴ്സിറ്റി, പക്ഷേ TY അല്ല TI, യൂണിവേഴ്സിറ്റി വ്യത്യാസം ഉണ്ടാവും. അത് മലേഷ്യനൈസ് സ്പെല്ലിംഗ് ആണ്. കുറേ വാക്കുകൾ അറബ് ഭാഷ, അറബിന്നുണ്ടോ? അറബി. ഫോർ എക്സാമ്പിൾ ദിവസം പേരല്ലേ മലയ് ഭാഷ മൺഡേ ഇസ് Isnin, Selasa, Rabu, Khamis, Jumaat, Sabtu, Ahad. അത് അറബി ഭാഷ പോലെയാണ്. ഫെറി വന്നു. അവിടെ അപ്പുറത്ത് നമ്മൾ ലക്ഷദ്വീപിലൊക്കെ പോയപ്പോൾ കണ്ടില്ലേ ഉരുകള്, ഈ ചരക്കുകൾ പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്ന അതുപോലുള്ള ചെറിയ ചെറിയ ടൈപ്പ് ഓഫ് കപ്പലുകൾ കേട്ടോ. അതിനകത്ത് എന്തൊക്കെ ലോഡ് ചെയ്യുന്നൊക്കെ ഉണ്ട്. വലിയ പോർട്ടല്ല കേട്ടോ, വലിയ ഈ കണ്ടെയ്നേഴ്സ് ഒന്നും വരുന്ന പോലത്തെ അല്ല, ചെറിയ രീതിയിൽ. അപ്പൊ നമുക്കിന്റെ മുകളിലെ സീറ്റ് തന്നെ കിട്ടിട്ടോ. ഈ മുകളിൽ ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. അപ്പോൾ സ്റ്റീഫന് ഒരു ചെറിയൊരു പേടിണ്ടായിരുന്നു, മുകളിൽ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. മുകളിൽ ഇരുന്നാൽ നല്ല കാറ്റ് കിട്ടും, പിന്നെ കാഴ്ചയൊക്കെ സുഖമായിട്ട് കണ്ടിട്ട് പോകാമെന്നാണ് പുള്ളിയുടെ അഭിപ്രായം. അപ്പോൾ എന്താണ് സക്സസ്. ഇപ്പോൾ ലോ ടൈഡ് ആയത് കാരണേ വെള്ളം ഒരുപാട് താഴ്ന്നു നിൽക്കുന്നതുകൊണ്ട് ഈ ജെട്ടിന്ന് നമ്മളിപ്പോൾ ഈ നടന്ന് വന്ന ഭാഗത്തുനിന്ന് താഴത്തേക്ക് ബോട്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗം ഭയങ്കര കുത്തനെയാണ് കേട്ടോ. ശരിക്കും നല്ല കുത്തനെ ഇറങ്ങാനുണ്ട്. ബോട്ട് അവിടുന്ന് പുറപ്പെട്ടു കേട്ടോ. കുറച്ച് പേരുണ്ട് നമ്മുടെ കൂടെ ഈ മുകളിലെ ഡെക്കിൽ ഇരിക്കാൻ കേട്ടോ. എങ്കിൽ പോലും സീറ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇവരെല്ലാം ചൈനീസ് ആൾക്കാരാണ് കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ വന്ന ആ ഒരു ഏരിയ, ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ ഒരു ഐലൻഡ്, അതിനകത്തുള്ള വില്ലേജ്, അവരൊക്കെ ഭൂരിപക്ഷം പേരും ചൈനീസ് ആൾക്കാരാണ് ജീവിക്കുന്നവരൊക്കെ. എന്തായാലും നമ്മുടെ ഫെറി പുറപ്പെട്ടു. നല്ല സ്പീഡാണ് കേട്ടോ. നമ്മളെ സ്റ്റീഫൻ ബ്രോ പറഞ്ഞിരുന്നു അകത്തിരിക്കണ്ട, അകത്ത് AC ആണ്, പക്ഷെ പുറത്തിരിക്കുമ്പോൾ നല്ല രസമുള്ള ഒരു കാറ്റ് കിട്ടുന്നത്. ആ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ കറക്റ്റാണ് കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. പണ്ട് ഞാൻ ഇവിടെ ആൻഡമാനിൽ നിന്ന് ഫെറിയിൽ നമ്മുടെ മറ്റേ ഹാവ്ലോക്കിലേക്കൊക്കെ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഇടത് ഭാഗത്ത് ഒരു വേറൊരു ഐലൻഡ് കാണാം. അവിടെ ഫുള്ള് കാടാണ് കേട്ടോ. അവിടെ ആൾത്താമസം ഇല്ലാത്തൊരു ഐലൻഡാണ്. വലത് ഭാഗത്തായിട്ട് നമുക്ക് നോർത്ത് പോർട്ട് കാണാം കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ വലിയ വലിയ കണ്ടെയ്നർ ഷിപ്പുകളൊക്കെ അടുപ്പിക്കുന്നതും കണ്ടെയ്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് ഇമ്പോർട്ട് പരിപാടികളൊക്കെ നടക്കുന്ന വലിയ ഒരു കണ്ടെയ്നർ ടെർമിനലാണ് നോർത്ത് പോർട്ട്. അത് കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ സുഖമായിട്ട് കാറ്റൊക്കെ കൊണ്ടിട്ട് ഫെറിയിൽ നിന്ന് പോയി. ഇപ്പോൾ നമ്മൾ വേറൊരു വില്ലേജിൻ്റെ അവിടെ ഫെറി സ്റ്റോപ്പ് ചെയ്തേക്കാണ് കേട്ടോ. ഇങ്ങോട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ വില്ലേജിൻ്റെ വീടുകൾ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. അതായത് വലിയ വലിയ കാലിൻ്റെ മുകളിലാണ്. നമ്മൾ ആസാമിലൊക്കെ പോയപ്പോൾ കണ്ടിരുന്നു വലിയ വലിയ കാലിൻ്റെ മുകളിലുണ്ടാക്കിയ വീടുകൾ, വെള്ളം പൊങ്ങിയാലും ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടില്ലേ, അതുപോലത്തെ വീടുകളായിരുന്നു. ഇപ്പോൾ ഇതാ ഈ പറഞ്ഞ വില്ലേജിലേക്ക് പോകാനുള്ള ആൾക്കാർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ജെട്ടിയിൽ ബോട്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഫെറി നിർത്തിയിരിക്കുകയാണ്. കറക്റ്റ് 1 മണിക്കൂർ ഫെറിയിൽ ഇരുന്നിട്ട് നമ്മൾ എത്തിട്ടോ. ഇവിടെയാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. നമുക്ക് ഇറങ്ങേണ്ട ജെട്ടിയാണ് കേട്ടോ. ഇതാണ് ജെട്ടി പുലാവ് കെട്ടം. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ കേട്ടോ. ഞണ്ട് ദ്വീപിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്.
ഇപ്പൊ സമയം 2:45 നമുക്ക് ലാസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് ഫെറി കിട്ടുന്നത് 5:30-ക്കാണ്. ഒരു 5:15-നെങ്കിലും നമ്മൾ ഇവിടെ തിരിച്ചെത്തണം. നമുക്കൊരു 2 മണിക്കൂറിലധികം സമയമുണ്ട് അല്ലേ? അതെ. നമ്മളങ്ങനെ കെത്താം ഐലൻഡിലേക്ക് എൻട്രി ചെയ്തു കേട്ടോ. ഇവിടെ ഇങ്ങനെ വലിയ അക്ഷരങ്ങളിൽ കെത്താം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വലിയ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം കാണുന്ന ഷോപ്പിൽ തന്നെ ഒരുപാട് സ്കൂട്ടറുകൾ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇലക്ട്രിക് ആണല്ലേ? അതെ, ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് കേട്ടോ. ഇത് വാടകയ്ക്ക് കൊടുക്കാനാണ്. അതായത് ഈ ഐലൻഡ് കാണാൻ വരുന്ന ആൾക്കാർക്ക് ഇവിടുന്ന് വാടകയ്ക്ക് എടുത്തിട്ട് ഈ ഐലൻഡിൽ കറങ്ങി നടക്കാം. അതിന് വേണ്ടിയിട്ട് സ്കൂട്ടറിന് 1 മണിക്കൂറിന് 20 റിങ്കറ്റാണ്, 2 മണിക്കൂറിന് 30 റിങ്കറ്റാണ്, ഒരു ഫുൾ ഡേ സ്കൂട്ടറിന് 50 റിങ്കറ്റ് അല്ലേ? അതെ, 50 റിങ്കറ്റ്. പക്ഷെ നമുക്ക് സ്കൂട്ടറിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് കുറച്ച് ഏരിയ നടന്നിട്ട് പോയി കാണാം എന്നാണ് സ്റ്റീഫൻ ബ്രോയുടെ അഭിപ്രായം. വഴിയിലുള്ള കടകളിലൊക്കെ ഏറ്റവും പ്രധാനം, അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനം സീ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. സീ ഫുഡിൻ്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവരുടെ തനതായിട്ടുള്ള ഉൽപ്പന്നങ്ങളായിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ, കൂന്തളും മീനും മറ്റ് പലതരം സീ ഫുഡ്സും പ്രോസസ്സ് ചെയ്തിട്ട്, ഇതൊക്കെ സ്നാക്സ് ആണ് കേട്ടോ. ഈ കവർ ഇങ്ങനെ പൊട്ടിച്ച് അങ്ങനെ തന്നെ കഴിക്കാനുള്ള സാധനങ്ങളാണ്. ഇതുണ്ടോ, ഇത് സ്ക്വിഡാണ്. സ്ക്വിഡ് വെച്ചുണ്ടാക്കിയ ഒരു സാധനമാണ്, അടിച്ച് പരത്തിയിട്ട് അതിനകത്ത് എന്തൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു സ്നാക്സാണ്. അങ്ങനത്തെ ഒരുപാട് തരം സ്നാക്സ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ മറ്റുള്ള നമ്മുടെ ഈ മീനുകളെ ഉണക്കിയിട്ട് ഡ്രൈ ഫിഷ് ഐറ്റംസൊക്കെ പാക്ക് ചെയ്തത് ഇവിടെ ഒരുപാട് ടൈപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നത്തോലി, നത്തോലി, ഉണക്കച്ചെമ്മീൻ, ഉണക്കച്ചെമ്മീൻ, വേറെ ഇത് ചിലപ്പോൾ അയാളാണ് ഒരുപാട്. ഇതാണ് സ്പെഷ്യലാണ്. ഇത് ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷ് ആണോ? അതെ, ചൈനീസ് ഡെലിക്കസി. ജെല്ലി ഫിഷ് അറിയല്ലേ? ജെല്ലി ഫിഷ് അങ്ങനെ ജെല്ലിയെ പോലെയാണ്. അത് ഇങ്ങനെ കഴിക്കുക ചെയ്യാതോ? ചൈനീസ് ഡെലിക്കസിയാണ്. അത് ഫ്രൈ ചെയ്യുമോ അതോ ബോയിൽ ചെയ്യാം, പിന്നെ കട്ട് ചെയ്യാം, പിന്നെ കുറച്ച് മിക്സ് ചെയ്യാം. സെസമി ഓയിൽ, സോയ് സോസ്, അങ്ങനെ സെസമി സീഡ് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആണല്ലേ? ഇവിടെ വേറൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഓട്ടോമൊബൈൽസ് ഇല്ല. ഇവിടെ ആകെയുള്ള വണ്ടി ബൈസിക്കിൾസും പിന്നെ ഈ കണ്ട ഇലക്ട്രിക് സ്കൂട്ടേഴ്സും ആണ്. വേറെ കാറോ മറ്റുള്ള വണ്ടികളോ ഒന്നും ഇവിടെ ഇല്ല. ഒന്നുകിൽ നടന്നിട്ട് പോവുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 വണ്ടി ഉപയോഗിച്ചിട്ട് പോവുക. ഈ വഴികളൊക്കെ നല്ല അടിപൊളിയാണല്ലോ. ഇത് കണ്ടോ, വഴികളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ വണ്ടികളും തിരക്കൊന്നുമില്ല. അതുകൊണ്ടായിരിക്കാം ചെറിയ ചെറിയ റോഡുകളാണ്. കണ്ടോ, നമ്മളിപ്പോൾ ഈ റോഡിന് ഇങ്ങനെ വന്നു, അതും ചെറിയ റോഡ് തന്നെയാണ്. ഇവിടുന്ന് തിരിഞ്ഞു പോകുന്ന റോഡുകളൊക്കെ കണ്ടോ, ഇതൊരു വലിയ ജംഗ്ഷനാണ് കേട്ടോ. ഈ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡുകൾ പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ വഴികളാണ്. ഒരു 6 അടി ഒക്കെ മാത്രം വീതിയുള്ള ചെറിയ ചെറിയ വഴികൾ. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങോട്ട് വേണേൽ പോവാല്ലേ? ടൗൺ സെന്ററിൽ പോകും. ടൗൺ സെന്റർ എങ്ങോട്ടാ? ടൗൺ സെന്റർ ഈ റൂട്ടിലാണോ? ഓക്കെ. ഇവിടെ നല്ല ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണല്ലേ? ടൂറിസ്റ്റ് വരും. എപ്പോഴും ടൂറിസ്റ്റ് വരുമ്പോൾ ഇവര് താമസം, ഇവര് കുറെ ഹോം സ്റ്റേ ഉണ്ട്. ഹോം സ്റ്റേകളുണ്ട്. അതാണ് വലിയ ട്രാവൽ ബാഗൊക്കെ പിടിച്ചിട്ട് ആൾക്കാർ വന്നത് കണ്ടല്ലേ? ഈ സ്ഥലത്ത് വരുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. ജസ്റ്റ് ബൈസിക്കിൾ എടുക്കോ, റൗണ്ടിങ് പോവാം, അല്ലെങ്കിൽ ബോർഡ് കാണാം. കുറച്ച് വൈകിട്ട് രാത്രി സമയം ആക്ച്വലി പരിവൊന്നുമില്ല. ജസ്റ്റ് നിൽക്കാൻ പീസ്ഫുൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ. അത് കൊള്ളാം. അതായത് ഒരുപാട് ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാന്ന് മാത്രം. അപ്പോൾ കുറേ ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് ഇത്രേ. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ തിരിച്ചു പോകുന്ന രീതിയിലൊക്കെയാണ് പരിപാടികൾ. കണ്ടോ, നമ്മളിപ്പോൾ വന്നിട്ട് ഇതിപ്പോൾ വേറൊരു ജംഗ്ഷനിലെത്തി. ഈ റോഡൊക്കെ എലിവേറ്റഡ് ആണല്ലേ? അതെ, അതൊക്കെ വണ്ടി പറ്റില്ല. ഇത് കണ്ടോ, ഇവിടുത്തെ മണ്ണ് ചിലപ്പോൾ ഉറപ്പില്ലാത്തതായിരിക്കാം. അതുകൊണ്ട് പില്ലേഴ്സിൻ്റെ മുകളിൽ ചെറിയ സ്ലാബ് വാർത്തിട്ടാണ് ഈ റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വഴിക്ക് വലിയ വലിയ കാറും ലോറിയും ഒന്നും പോകാൻ പറ്റില്ല. കണ്ടോ, ഞാനിത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇതൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന റോഡുകളാണ്. അത് കൊള്ളാം. ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഫുഡാണ് ഇത്ര ഓംലെറ്റ്, ക്ലാംസ് ആൻഡ് ഓയിസ്റ്റർ കേട്ടോ. ഇപ്പോൾ ഇവിടെ കാണുന്ന കടകളിലെല്ലാം ആളുകൾ അത് പ്രിപ്പയർ ചെയ്യണത് നമ്മൾ കണ്ടു. ഇവിടെ ഒരു അമ്മ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, ഇതിനകത്ത് ക്ലാംസും ഓയിസ്റ്ററും മിക്സ് ചെയ്തിട്ടുള്ള ഓംലെറ്റ്, മുട്ട അല്ലേ? അങ്ങനെയാണല്ലേ? ഓക്കെ. സംഭവം നമ്മുടെ സാധാ ഓംലെറ്റ് പോലെ തന്നെ. അതിനകത്ത് ഒന്നുകിൽ ക്ലാംസ് ഉണ്ടാവും അല്ലെങ്കിൽ ഓയിസ്റ്റർ ഉണ്ടാവും.
ഈ ഷോപ്പിൻ്റെ തന്നെ ഒരു സൈഡിൽ കണ്ടോ വലിയൊരു ഡ്രമ്മിനകത്ത് കുറേ ഇത് ക്രാബ്സ് ഞണ്ടുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ ഞണ്ടാണ്. നമ്മൾ ക്രാബ് ഐലൻഡിൽ വന്നിട്ട് ഞണ്ടിനെ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കണ്ടോ ഡിസ്പ്ലേക്ക് വെച്ചേക്കാണ് അവർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കുക്ക് ചെയ്ത് തരുമായിരിക്കും. ഇവിടെ കണ്ടോ ഞണ്ട് വെച്ചിട്ടുള്ള ഒരുപാട് തരം വിഭവങ്ങളുടെ ഫോട്ടോസും ഡിസ്പ്ലേ ആയിട്ടുണ്ട്. നമ്മൾ ഈ നടന്നു പോകുന്ന സ്ഥലങ്ങളും ഈ കടകളെല്ലാം ഈ പ്രദേശം മൊത്തം ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഭൂമിയിൽ നിന്ന് പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഇത് മുഴുവനും ഈ കടകളും എല്ലാം കാലുകളുടെ പുറത്താണ്, പില്ലേഴ്സിൻ്റെ മുകളിലാണ്. അത് നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അത് ഭയങ്കര അത്ഭുതമായിട്ടോ. അതാ സ്റ്റീഫൻ ബ്രോ അവിടെ പോയി. പുള്ളി കടയിൽ കയറിയിട്ട് ഞാനങ്ങനെ സംസാരിച്ച് പോവായിരുന്നു. ഇവിടെ കണ്ടോ ഇതിൻ്റെ താഴത്തേക്ക് ഗ്യാപ്പിൽ കൂടി നമുക്ക് കാണാൻ പറ്റും. വെള്ളം വാങ്ങിച്ചാ അതെ. ആ സാധനം കാണിക്ക്. ഇതിന്റെ പേരെന്താ പറഞ്ഞത്? ഇതാണ് ഒരു ഡ്രൈ ചൈനീസ് പ്ലം. ചൈനീസ് പ്ലം ആണ്. ഡ്രൈ ചെയ്താണ്. ഡ്രൈ ചെയ്തു, പിന്നെ കുറച്ച് പിക്കിൾ ചെയ്തു. അങ്ങനെ ചൈനീസ് പേരല്ലേ, മാൻഡറിൻ പേര് സ്വാൻമേ. അത് മാൻഡറിൻ. ഇവരുടെ ഹോക്കിയൻ പേര് സെങ്മുയി. നല്ല ടേസ്റ്റാണ്. ഡയറക്റ്റ് കഴിക്കാം, അല്ലെങ്കിൽ വെള്ളം വെച്ച് ഡ്രിങ്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫിഷ് ഒരുമിച്ച് കുക്കിംഗ് നല്ല ടേസ്റ്റ് ആണ്. നമ്മുടെ എങ്ങനെ പുല്ലി പോലെയാണ്. പുല്ലി കുക്കിംഗ് അല്ലേ, ചൈനീസ് പുലി ചൈനീസ് പുലി. അങ്ങനെ ഒരു ചൈനീസ് പ്ലം ആണ് കേട്ടോ. നമ്മള് പുളി ഉപയോഗിക്കുന്നത് പോലെ കുക്ക് ചെയ്യുമ്പോൾ, മീനൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ആഡ് ചെയ്യത്രേ. ഇത് ജസ്റ്റ് അത് ഉണക്കിയതാണ്. ഉണക്കിയിട്ട് വേറെ എന്താ ഉപ്പോ എന്തൊക്കെ ചേർത്തിട്ടുണ്ട് പറഞ്ഞു. നമ്മളൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് 2 റിംഗിറ്റാണ്. ഒന്ന് പൊട്ടിച്ചിട്ട് കഴിക്കാം നമുക്ക്. നമ്മുടെ കേരള കൊടംപുളി പോലെയാണ്. കൊടംപുളി പോലെ. ഓക്കെ. ഒരു കുത്തുന്ന ടേസ്റ്റ് ആണല്ലേ, ഒരു മൈൽഡ് ടേസ്റ്റ് ഒന്നല്ല, ഭയങ്കര ഹാർഡാണ്. കറക്റ്റ് ആണ്. കുക്കിംഗ് അല്ലെങ്കിൽ മിക്സിംഗ് വാട്ടർ നല്ല ടേസ്റ്റ് ആണ്. ഇതിന്റെ ഉള്ളിൽ കുരുണ്ട് അല്ലേ? ഇതിന് തൊലിയാണ് നമ്മൾ കഴിക്കുന്നത്. വലിയ കുരുണ്ട്. തൊലി മാത്രമേ നമുക്ക് കഴിക്കാൻ കിട്ടും കേട്ടോ. കടിക്കുമ്പോഴത്തേന് നമുക്ക് പണ്ടൊക്കെ നമ്മൾ ഈ നാവൊക്കെ തരിക്കുന്നൊരു സാധനം ഉണ്ടായില്ലേ, പെട്ടെന്ന് തട്ടുമ്പോൾ ഒരു തരിപ്പ് വരിക. അതുപോലത്തെ ഒറ്റ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മൾ ആ ടേസ്റ്റ് അങ്ങോട്ട് ഇടിച്ച് കയറും. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇതങ്ങനെ ഒരുപാടൊന്നും നമുക്ക് കഴിക്കാൻ കഴിയില്ല കേട്ടോ, ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു തുറസായ സ്ഥലത്തേക്ക്, ഒരു ഓപ്പൺ ഏരിയയിലേക്ക് ഇറങ്ങി കേട്ടോ. ഇവിടെ ടെമ്പിളാണ്, ഒരു ചൈനീസ് ടെമ്പിളാണ് കേട്ടോ. കണ്ടോ ഇവിടെ ഒരു സ്ക്വയറാണ്. ഇവിടെയൊക്കെ നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഭൂമിയിൽ അല്ല കേട്ടോ നിൽക്കുന്നത്. ഭൂമിയിൽ നിന്ന് ഒരു 5-6 അടി ഹൈറ്റിൽ കോൺക്രീറ്റ് സ്ലാബാണ് ഈ കാണുന്ന ഫ്ലോർ കേട്ടോ. ഒരു നാട് മുഴുവനും കോൺക്രീറ്റിന്റെ സ്ലാബിന്റെ മുകളിൽ നിൽക്കുക. ആ ടെമ്പിളിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഈ ഐലൻഡിനകത്തുള്ള ഒരു വാട്ടർ ബോഡി ഉണ്ട് കേട്ടോ, ഒരു പുഴ പോലെ സംഭവം കണ്ടോ. ഇവിടെ ഇതിനകത്തൂടി ഒരു ട്രാൻസ്പോർട്ടേഷനൊക്കെ, ബോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ലോ ടൈഡ് ആയത് കാരണം അതിനകത്ത് വെള്ളമില്ല. ലോ ടൈഡ് മാറി ഹൈ ടൈഡിലേക്ക് വരുന്നുണ്ട്. കുറേശ്ശെ വെള്ളം പൊങ്ങി വരുന്നുണ്ട് കണ്ടോ. ആ ബോട്ടുകളൊക്കെ അവിടെ സ്റ്റക്കാണ്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ ആ വീടുകളൊക്കെ ഇങ്ങനെ ഈ പില്ലറിൻ്റെ മുകളിലാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഏകദേശം ആ പില്ലറിൻ്റെ അത്രയും ഭാഗത്ത് ഈ വെള്ളം പൊങ്ങി വരും എന്നുള്ളതാണ്. ഇതിങ്ങനെ പുഴ പോലെ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് അങ്ങോട്ട് ഒഴുകി പോകട്ടോ. അതിൻ്റെ 2 സൈഡിലൊക്കെ ഇതുപോലെ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു തരം മീൻ ഇങ്ങനെ ഈ കരയത്തേക്ക് ഇങ്ങനെ കയറി കിടക്കുക, അതോ കരയിൽ നിന്ന് വെള്ളം കിട്ടിയപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ചെറുതല്ല, കുറച്ച് വലിയ മീൻ തന്നെയാണ്. നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോൾ നല്ല മനോഹരമായ ചെടികളൊക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള കുറേ വീടുകൾ കേട്ടോ. ഇതിനകത്ത് കുറേ എണ്ണം ഹോം സ്റ്റേസ് ആണ്. ഇവിടെ വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്ന ഹോം സ്റ്റേകളാണ്. പക്ഷേ എനിക്ക് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഈ വഴിയാണ് കേട്ടോ. വളരെ ചെറിയ വഴി, അതിൻ്റെ അപ്പുറത്തിപ്പുറത്തൊക്കെ ഈ വീടുകളുടെ ഭാഗമായിട്ട് അവർ വെച്ചിട്ടുള്ള ചെടികളൊക്കെ. അതിനിടയ്ക്ക് ചെറിയ ചെറിയ കൃഷികളുണ്ട് കേട്ടോ. ഇതുണ്ടോ വലിയൊരു ചെടി, ഇത് വെണ്ടയ്ക്കാണ് കേട്ടോ. വെണ്ടയ്ക്കേൻ്റെ തൈയാണ്. ഇതാ വെണ്ടയ്ക്ക കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വഴികൾ ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അത് വീണ്ടും ചെറുതായിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ പ്രധാനപ്പെട്ട വഴിയേക്കാളും ചെറുതാണ് ഈ വഴികൾ. എന്നാൽ പിന്നെ ഈ വഴി പോവാം. നമുക്കങ്ങനെ ഇന്ന വഴി തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അല്ലേ. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല വെയിലുമാണ്, നല്ല ചൂടുമാണ്. ഈ വഴിക്ക് വരുമ്പോൾ നമുക്കിവിടെ നേരത്തെ പറഞ്ഞത് കാണാം. ഈ വീടുകളൊക്കെ ഈ കോൺക്രീറ്റ് വീടുകളാണ് ഇതൊക്കെ. ഇതെല്ലാം ഇങ്ങനെ ഈ പില്ലറിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ആ വഴി വന്നപ്പോൾ വീണ്ടും നമ്മളൊരു ജംഗ്ഷനിലെത്തി. ഒരു ജംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇത്രയേ ഉള്ളൂ കണ്ടോ. നേരെ ആ മുമ്പിലേക്ക് ആ സെയിം റോഡ് പോകുന്നു. ഈ ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഇങ്ങോട്ട്.
ഒരു ക്രോസ് റോഡ് ജംഗ്ഷനാണ്. ഇതൊക്കെ ചൈനീസ് ന്യൂ ഇയറിൻ്റെ സമയത്ത് അവർ തൂക്കിയതായിരിക്കും. അതിപ്പോൾ ഈ അടുത്താണ് അത് കഴിഞ്ഞത് കേട്ടോ, ന്യൂ ഇയർ ആഘോഷം. ഇനി എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ട് വേണമെങ്കിലും പോവാം അല്ലേ? ഈ കവറല്ലേ? ഇത് ഒരു പഴയ വീട് പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, ഒഴിവാക്കിയതാണ് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് സെൻറ്റർ ആ ഭാഗത്തേക്കാണ് കേട്ടോ. നമ്മളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ ഈ വഴി എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഈ നാട്ടിൽ മൊത്തം ഇങ്ങനത്തെ പില്ലർ ഉണ്ടാക്കി വെച്ചേക്കാണ്, എല്ലാം അതിൻ്റെ മുകളിലാണ് കാര്യങ്ങളൊക്കെ. ആ റോഡ് നമുക്ക് അവിടെ വരെ പോകാൻ പറ്റും കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് ആ ലാസ്റ്റ് അവിടെ ക്ലോസ്ഡ് ആണ്, അങ്ങോട്ട് പോകാൻ വേറെ വഴിയില്ല. അപ്പോൾ നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞിട്ട് പോയേക്കാം. ഇത് കണ്ടോ, ഇവിടെ വണ്ടികളൊന്നും ഇല്ല എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു ഇവർ ഈ ഗുഡ്സ് ഒക്കെ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യാന്നുള്ളത്. ഇവിടെ കണ്ടോ കുറച്ച് തടിയാണ്, മരത്തടി. അതപ്പോൾ ഇങ്ങനത്തെ ചെറിയൊരു വണ്ടിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഉന്തുവണ്ടിയൊക്കെ ഉണ്ടാവാറില്ല ഇതുപോലെ, അതിനകത്ത് ഇങ്ങനെ വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഉരുട്ടി കൊണ്ടുവന്ന് ഇവിടെ വെച്ചത്. എന്തായിരുന്നു? എക്സ്ട്രാ സ്ട്രെങ്ത് ഇതുപോലെ. ഇപ്പോൾ ഈ ഐലൻഡിലെ കുറേ ഭാഗങ്ങൾ ഇപ്പോഴും ഇങ്ങനെ മണ്ണായിട്ട് കിടക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു സ്പേസ് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കെട്ടി പൊക്കണ്ടേ. അപ്പോൾ അങ്ങനെ കെട്ടി പില്ലർ കെട്ടി പൊക്കിയിട്ട് ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തടിയാണ് അത്ര ഇവർ കൊണ്ടുപോകുന്നത്. മാംഗ്രൂവ്. ഓക്കെ. മലയാളം കണ്ടൽ കാടുകൾ. മെയ് ബാങ്കിൻ്റെ ബ്രാഞ്ചും അതുപോലെ തന്നെ ഒരു ATM ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു ഐലൻഡിൽ. ആളുകളൊന്നും പുറത്തില്ല, ഈ ഉച്ച സമയമായതുകൊണ്ട് എല്ലാവരും അകത്തായിരിക്കും അല്ലേ? നമുക്ക് ഭ്രാന്താണെന്ന് വെച്ചിട്ട് ഇവർക്കതില്ലല്ലോ. എല്ലാ വീടുകളുടെയും എയർ കണ്ടീഷണർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പുറത്ത് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എല്ലാവരും അകത്ത് റെസ്റ്റ് എടുക്കായിരിക്കും ഈ ഒരു സമയത്ത്. പറഞ്ഞപ്പോൾ 2 പേരെ കണ്ടു. ശരിക്കും ഇത് പില്ലറുകൾക്ക് മുകളിൽ ഒരു ഗ്രാമം എന്ന് പറയാൻ പറ്റില്ലേ? അതെ അല്ലേ? ഇവിടെ ഓരോ സംഭവം ഈ പില്ലറിന്റെ മുകളിലല്ലേ. മണ്ണിൽ തൊട്ട് നിൽക്കുന്ന ഒന്നുമില്ല. വേസ്റ്റ് ബിൻ കൊണ്ടുപോകുന്നുണ്ടോ? അതൊരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പുറകിൽ ഇങ്ങനെ കൊളത്തിയിട്ടാണ് കേട്ടോ വലിച്ചുകൊണ്ട് പോകുന്നത്. നമുക്ക് ഈ വഴിക്കൊന്ന് പോയി നോക്കാം കേട്ടോ. കണ്ടോ, അങ്ങോട്ട് ഒരു വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള വഴിയാണ്. പപ്പായ ഉണ്ടോ? കപ്പയാണോ അത്? ശരിയാണല്ലോ. ഇത് നോക്കി, ചെറിയൊരു പപ്പായ ചെടിയിൽ നിറയെ പപ്പായ കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പുറത്ത് കപ്പ എന്തൊക്കെയുണ്ട് കേട്ടോ. ഇവരിവിടെ കുറേ എന്തൊക്കെയോ കൃഷി ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ മുമ്പിൽ. അതെ, വഴുതനങ്ങ ഉണ്ട്, അത് കൊള്ളാം. ഈ വഴി ശ്രദ്ധിച്ച് നടക്കണം വണ്ടിയിൽ പോവുകയാണെങ്കിലൊക്കെ അല്ലേ. സൈഡിൽ ഒന്നുമില്ല. ഇത് കണ്ടോ, ഇതായിരിക്കും മൊത്തത്തിൽ ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ അവസ്ഥ കേട്ടോ. ചെളി പോലെയാണേ, നല്ല കൊഴുത്ത ചെളി പോലെയാണ്. അത് കാരണം അവർക്ക് ഡയറക്റ്റ് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടോ, മിക്കവാറും ഈ ഹൈ ടൈഡ് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒപ്പം വെള്ളമൊക്കെ വരുന്നുണ്ടാവും. നമ്മൾ ഈ വന്ന വഴി ഇവിടെ അവസാനിച്ചു കേട്ടോ. ഇതൊരു പ്രൈവറ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ആ വഴി ഇല്ല കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇറങ്ങുകയാണ്. ഇവിടെ ഈ ബോട്ടിലേക്കൊക്കെ അവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ജെട്ടി പോലത്തെ സംഭവമുണ്ട്. ഒരു ബോട്ട് ഇവിടെ പഴയതാന്ന് തോന്നുന്നുണ്ട്, സ്റ്റക്കായ പോലെ ഉണ്ട്. കണ്ടോ, ആ ഭാഗത്തേക്ക് വെള്ളമുണ്ട്. കണ്ടോ, അവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള വീടുകൾ തന്നെയാണ്. കണ്ടോ, ഈ ഭാഗത്തൊക്കെ വീടുകളുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ, ശരിക്കും നമുക്കത് മനസ്സിലാവും. ഈ വഴി ഇങ്ങനെ പോകുന്നു. ഈ വഴിയിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു വീട്ടിലേക്ക് ഒരു ചെറിയ പാലം പോലെ, മൊത്തത്തിൽ പാലമാണ്. പിന്നെ അവർക്കൊരു മുറ്റം, ആ മുറ്റവും അങ്ങനെ കോൺക്രീറ്റ് ചെയ്തതാണ്. കണ്ടോ, അവരുടെ ഈ വീടിൻ്റെ തന്നെ ഇവിടെ പുറകിൽ അടുക്കള സൈഡിൽ വേറൊരു പാലം അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തുണ്ടോ ഒരു വലിയൊരു ഹാള് പോലെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ കുറച്ച് സുഖമുണ്ട്, വെയിൽ കൊള്ളുന്നില്ല. ഇവിടെ കണ്ടോ, ഭയങ്കര കളർഫുള്ളായിട്ട് നമ്മൾ റെയിൻബോയിലൊക്കെ നോക്കിയ പോലത്തെ ഒരു വീടാണെന്ന് തോന്നുന്നുണ്ട്. ഇത് അവരുടെ മുറ്റം. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ അവിടെയൊക്കെ കണ്ടിരുന്നത് ഭയങ്കര കൊഴുത്ത ചളി പോലത്തെ ഒരു ഭൂമിയായിരുന്നു കേട്ടോ. ഇവിടേക്ക് വന്നപ്പോൾ കുറച്ചൊക്കെ ചെടികളോ അങ്ങനെ എന്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ അത്രക്ക് ചെളി പോലെയല്ല എങ്കിലും കുറേശ്ശൊക്കെ ചെളി പോലെ തന്നെയാണ്. കണ്ടോ, ആ ഭാഗത്തൊക്കെ വീടുകളുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഐലൻഡിൻ്റെ ഒരു അറ്റത്തേക്ക് എത്താറായിട്ടോ നടന്നിട്ട്. നമ്മളിങ്ങനെ സങ്കല്പിച്ച് നോക്കുകയായിരുന്നേ, ഇവിടെ മൊത്തം വെള്ളം കയറി കിടക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും. അതായത് ഈ ബ്രിഡ്ജിൻ്റെ ഒപ്പം വെള്ളം വരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആലോചിച്ചൊക്കെ ഫുള്ള് വെള്ളത്തിൻ്റെ മുകളിൽ വീടുകൾ നിൽക്കുന്ന പോലെ ആയിരിക്കും. ആ സമയത്തൊന്നും കാണാൻ ഭയങ്കര രസമായിരിക്കും, ജീവിക്കാൻ അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളിപ്പോൾ അവിടെ സംസാരിച്ചു, സ്റ്റീഫൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഈ സീസണിൽ എന്തായാലും
ഈ സീസണിലോ അതിന് എപ്പോഴാണെന്ന് അറിയില്ല. ഇതിനൊപ്പം ഒന്നും വെള്ളം വരാറില്ല കേട്ടോ. പൊതുവേ ഈ ഭാഗത്തേക്ക് കുറച്ച് ഉയരം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം താഴത്ത് കുറച്ച് ഒരു 1 feet ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ വെള്ളം? ചിലപ്പോൾ അത്രയൊക്കെയാണ് വെള്ളം വരുന്നത്, ഹൈ ടൈഡിൻ്റെ സമയത്ത് വരുന്നത് എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഇലക്ട്രിക് ലൈൻസ് പോകുന്നുണ്ടോ? നമ്മൾ ഫിലിപ്പീൻസിലൊക്കെ പോയപ്പോൾ കണ്ടതുപോലെ തന്നെ ഇൻസുലേറ്റഡ് കേബിൾസ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ളത് പോലെ വെറുതെ കമ്പിയല്ല, ഇവിടെ ഇൻസുലേഷനുള്ള വയറുകളാണ് കണ്ടോ, ഇങ്ങനെ ഈ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഒരുപാട് നടന്നു കേട്ടോ, നല്ല വെയിലും ചൂടുമാണേ. എന്നാലും നടന്ന് ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ അങ്ങനെ പോവുകയാണ്. കുറച്ചും കൂടിയൊക്കെ അങ്ങോട്ട് ദൂരം പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇനി ഒരുപാട് സമയം നമുക്കില്ല. ഇനി ഏകദേശം ഒരു 40 minutes ഉള്ളൂ നമ്മുടെ ലാസ്റ്റ് ഫെറി പോകാനുള്ള സമയം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ റിവർ പോലെ ഉണ്ട് കേട്ടോ, പുഴ പോലെ ഉണ്ട് കണ്ടോ, ഇതിനകത്തൊക്കെ വെള്ളം ഉണ്ട്. ഇതൊക്കെ അവർ ഇങ്ങനെ ഈ തോണികളൊക്കെ കൊണ്ട് ബോട്ടുകളൊക്കെ കൊണ്ട് പോകാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് കണ്ടോ. അപ്പോൾ നമുക്കിനി തിരിച്ച് നടക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. സ്റ്റീഫൻ, തിരിച്ച് നടക്കാം. ഇനി അങ്ങോട്ട് എത്താനും കുറച്ച് സമയം വേണ്ടേ? ചെയറാണത്? എന്താ കുറേ പഴയ ചെയറുകൾ ഇങ്ങനെ, എന്താണത് ഉപയോഗിക്കാൻ പറ്റാത്ത ചെയർസ് വെറുതെ വെച്ചതായിരിക്കും ഒരു പക്ഷേ. ചിലപ്പോൾ പ്രൊട്ടക്ഷൻ അങ്ങനെ എന്തോ ആണ്, അറിയില്ല. പ്ലാസ്റ്റിക്കിന്റെ ഫൈബർ ചെയറാണ്. ബ്ലോക്ക് ചെയ്യുന്നത്. അങ്ങനെ ആയിക്കോട്ടെ. ഇത് വേസ്റ്റ് പാത്രം കൊണ്ടുപോകണം. ഇവിടെ കണ്ടോ ഒരു വീടിൻ്റെ ഗേറ്റോ മതിലോ എന്തോ അതിൻ്റെ മുകളിൽ വെച്ചൊരു സംഭവം കണ്ടോ, ചെടി വെക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ സംവിധാനം കേട്ടോ. നമ്മുടെ ഈ ഡിറ്റർജൻറ്റിൻ്റെ ഒക്കെ പാത്രം ഉണ്ടാവില്ല, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം, അതാണ്. അത് ഉപയോഗിച്ചതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ താറാവിനൊക്കെ പോലെ ഉണ്ടാക്കിയിരിക്കും. ഉണ്ട്, അതിനകത്താണ് അവർ ചെടി വെച്ചേക്കണേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ലവേഴ്സ് ബ്രിഡ്ജാ? അതെവിടെ കണ്ടേ? ഗൂഗിളിൽ കണ്ടതാ? അതെ. ഇവിടെ കണ്ടോ, നമ്മൾ തിരിച്ച് ജെട്ടി ഭാഗത്തേക്ക് നടക്കുമ്പോൾ ഗൂഗിളിൽ കണ്ടാണ് കേട്ടോ ലവേഴ്സ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രിഡ്ജ്. ഫുള്ള് വുഡനാണ് കേട്ടോ, വുഡൻ. നമ്മളിപ്പോൾ കണ്ടതിനേക്കാളൊക്കെ കുറച്ച് ലോങ്ങസ്റ്റ് ആയിട്ട് ബ്രിഡ്ജാണ്. ഈ പറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടേഴ്സൊക്കെ അതിൻ്റെ മുകളിൽ കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററൊക്കെ എത്തിയപ്പോൾ ഇച്ചിരി റിസ്ക് ആട്ടോ. ഇത് ഭയങ്കര ആട്ടമൊക്കെ ആടുന്നുണ്ട്, ഇളകുന്നൊക്കെ ഉണ്ട്, കുറേ പലകൊക്കെ ഇളകി കിടക്കുന്നുണ്ട്. ഇവിടെ കുറേ പലകൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് പക്ഷേ ഇത് അത്യാവശ്യം സ്ട്രോങ് പലകയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. കണ്ടോ ഇവിടെയൊക്കെ? അയ്യോ ഇല്ല ഇതിൻ്റെ മുകളിൽ കൂടി ആകുമ്പോൾ ആ സ്കൂട്ടർ കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അത് കൊള്ളാം. നമ്മൾ ഈ ബ്രിഡ്ജിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് ഒരാൾ ഒരു സ്കൂട്ടറിൽ അങ്ങോട്ട് വന്നു കേട്ടോ, ഈ പാലത്തിൽ കൂടി. അത് കണ്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിലൂടെ നടന്നത്. ഇല്ലെങ്കിൽ നമുക്കിത് ഉപയോഗിക്കുന്ന ബ്രിഡ്ജാണെന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. സ്കൂട്ടറിൽ പുള്ളി പോയതുകൊണ്ട് പിന്നെ ഓക്കെ ആയിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഇപ്പോൾ അതായത് ഈ ബ്രിഡ്ജ് അവസാനിക്കുന്നിടത്ത് വാട്ടർ ബോഡി സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. വെള്ളം കണ്ടോ, അവിടെ എന്തോ ഒരു ടാങ്കൊക്കെ വെച്ചിട്ടുള്ള എന്തോ പരിപാടിയൊക്കെ കാണാനുണ്ട്. ബോട്ടുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ജെട്ടിയാണ്. നമ്മൾ നേരത്തെ കണ്ടില്ല ആ വേസ്റ്റ് സ്കൂട്ടറിൽ ആ വേസ്റ്റിൻ്റെ വേസ്റ്റ് ബിന്ന് കൊണ്ടുവന്നത്, അതൊക്കെ ഇവിടെ ഡംപ് ചെയ്തിട്ടുണ്ട്. ഡംപ് ചെയ്തേക്കല്ല, ഇത് എങ്ങോട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഡിസ്പോസ് ചെയ്യാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ചതാണെന്ന് തോന്നുന്നു. ഇതേ വീണ്ടും അതാ സ്കൂട്ടറിൽ ഒരാൾ വരുന്നു. ഒരുപാട് പേര് സ്കൂട്ടറിൽ ഈ പാലത്തിൽ കൂടി പോകണ്ട കേട്ടോ, അപ്പോൾ കുഴപ്പമില്ല. നമ്മളിപ്പോൾ തിരിച്ച് നമ്മൾ വന്നിറങ്ങിയ ആ ഭാഗത്തേക്ക് എത്തിയിട്ട് ഏകദേശം അവിടെ ഒരു കവാടം വെച്ചേക്കുന്നുണ്ടോ. അതായത് ഇത് നമ്മുടെ സെലാങ്ങൂർ സ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ സെലാങ്ങൂർ സ്റ്റേറ്റിൻ്റെ രാജാവായിട്ടുള്ള സുൽത്താൻ സലാഹുദ്ദീൻ അബ്ദുൽ അസീസ് ഷാ, അദ്ദേഹത്തിൻ്റെ ഭരണം ഏറ്റെടുത്തതിൻ്റെ 25ാം വർഷം, അതായത് സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിച്ചൊരു കവാടാണിത്. ആ കവാടം കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ വന്നിറങ്ങിയ ജെട്ടിയുടെ ഏകദേശം അടുത്തേക്ക്, അതായത് ഇവിടുത്തെ ഏറ്റവും സിറ്റിയുടെ മെയിൻ ഭാഗത്തേക്ക് എത്തും. ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ബാങ്ക് കൊടുക്കുന്നത് കേട്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട്. ഇവിടെ കുറച്ച് മുസ്ലിം മതവിശ്വാസികളും കൂടി താമസിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ വെയിലത്തൂടെ കുറേ സമയം നടന്ന് വന്നിട്ട് തണുത്ത ഇളനീര് ഇങ്ങനെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? സൂപ്പറാണല്ലോ. ഇളനീര് കുടിച്ച് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം പറഞ്ഞിരുന്നുണ്ട്. അത് പറഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. സ്റ്റീഫൻ ബ്രോ പറഞ്ഞതാണ്. ഐസ് കച്ചങ് എന്നത്ര പറയാം, മലേഷ്യൻ പായസമാണ് അത്ര. അത് പുള്ളി ഉണ്ടാക്കിയ പേരാണ്. ഇത് കണ്ടിട്ട് എനിക്ക് നമ്മുടെ ചൊരണ്ടി ഐസിൻ്റെ അതുപോലത്തെ സംഭവം പോലെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ഭയങ്കര റിഫ്രഷിംഗ് ആണല്ലോ. അതെ അതെ. ഒരു സ്പൂൺ കുറെ ഐറ്റംസ് ഉണ്ട് നോക്ക് ഉള്ളില്. ആണോ? പക്ഷേ ഇത് ചൈനീസ് ഷോപ്പാണ്. ചൈനീസ് അല്ലേ? ഇതാണ് പേര് കുറച്ച് സ്പെഷ്യൽ ആണ്. ചൈനീസ് പേരല്ലേ? പൗപ്പിംഗ്
അത് എന്താ പിങ് സംതിങ് ലൈക്ക് ദാറ്റ്. അത് എന്താ അർത്ഥമല്ലേ? ഐസ് വിത്ത് 8 ട്രഷേഴ്സ്. ട്രഷർ ചോളം ഉണ്ട്, ബീൻസ് ഉണ്ട്, കടല ഉണ്ട്, പരിപ്പ് ഉണ്ട്, ജെല്ലി ഉണ്ട്. എന്തോ ഒരു ഫ്രൂട്ടിന്റെ പീസ് കിട്ടി, ചോളം കിട്ടി. നോക്ക് ഉള്ളിൽ എങ്ങനെ തോന്നുന്നു? സൂപ്പറാ. അപ്പൊ അതൊക്കെ കഴിച്ച് 5 മിനിറ്റ് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് ആ വെയിൽ കൊണ്ട ക്ഷീണമൊക്കെ ഒരു വിധം ഒന്ന് കുറഞ്ഞ് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് ഇപ്പൊ നമ്മള് ജെട്ടിയിലേക്ക് പോകണ്ട. ഇനി ജെട്ടിയുടെ അവിടേക്ക് നമ്മൾ എത്തുന്ന സമയം ആയപ്പോഴത്തേക്കും കണ്ടോ താഴത്തൊക്കെ ഏകദേശം വെള്ളം പരന്ന് കഴിഞ്ഞു കേട്ടോ. കണ്ടോ വെള്ളം ഇങ്ങനെ എന്താ പറയാ തള്ളി വരുന്ന കണ്ടോ. ഇപ്പോൾ വേലിയേറ്റം തുടങ്ങിയതാണ്, ഹൈ ടൈഡ് തുടങ്ങിയതാണ്. കണ്ടോ ആ ഭാഗത്തൊന്നും വെള്ളം എത്തിയിട്ടില്ല, ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ജസ്റ്റ് 10 മിനിറ്റ് ഉള്ളൂ നമ്മുടെ ഇവിടുന്ന് മെയിൻലാൻഡിലേക്കുള്ള അവസാനത്തെ ഫെറി പുറപ്പെടാൻ. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അങ്ങോട്ടും പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മളെ കാത്ത് ആലിബാബ ഫെറി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ഫെറിയിലേക്ക് കയറാം. നമ്മൾ താഴത്തിരുന്നാലോ എ സിയിലിരുന്നാലോ? ശരിയാണ്. കുറച്ച് വൈകിട്ട് നമുക്ക് മേലെ വരും, ഒരു സൺസെറ്റ് കാണാം. പുറപ്പെടുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലേക്ക് വരാം. തൽക്കാലം എ സിയിലിരിക്കാം. പോകുമ്പോൾ സൺസെറ്റ് കാണാമെന്നൊക്കെ പറഞ്ഞു, നല്ല ഭംഗി ഉണ്ടാവും അത്രേ. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് വേണമെങ്കിൽ മുകളിലേക്ക് വരാൻ പറ്റും. അത്യാവശ്യം കൂളിംഗ് ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല. സംഭവം മുകളിലിരിക്കാൻ രസമൊക്കെ തന്നെ കേട്ടോ, കാറ്റൊക്കെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമ്മളെ ഇത്രയും നമ്മളൊരു 2 മണിക്കൂറിലധികം സമയം നല്ല വെയില് കൊണ്ടിട്ടാണ് നടന്നത്. അപ്പൊ അതിന്റെ ഒരു ക്ഷീണമുണ്ട്, ചെറിയൊരു തലവേദനയൊക്കെ വരുന്ന പോലെ ഉണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് കയറിയപ്പോ ഭയങ്കര സുഖം. നൻപകലൊക്കെ കഴിഞ്ഞിട്ട് കുറേ സമയമായിട്ടുണ്ട്. എന്നാലും നമ്മളൊന്ന് മയക്കത്തിൽ നിന്ന് എണീറ്റതിന് ശേഷം ബോട്ടിൻ്റെ മുകളിലേക്ക് പോയപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്താറായിട്ടുണ്ട്. അങ്ങനെ 6 മണി 6 മിനിറ്റ് ആയപ്പോൾ നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ കയറിയ അതേ ജെട്ടിയിൽ തിരിച്ചെത്തിയിട്ടോ. അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞില്ലേ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഉരുകൾ, ഇതാണ് കേട്ടോ. അത് ഇപ്പോഴും അങ്ങനത്തെ ഉരുകളിൽ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഈ ജെട്ടിയിൽ നിന്നാണ് നമ്മൾ കയറി കേട്ടോ. ഈ ജെട്ടിയൊക്കെ ഇപ്പോൾ ഒരുപാട് പൊങ്ങി വന്നു കേട്ടോ. ഭയങ്കര ആട്ടാണ് കേട്ടോ, ബാലൻസ് കിട്ടുന്നില്ല. ഇത് ഭയങ്കര അത്ഭുതമായിട്ടോ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സംഗതി ഇല്ലേ, ഇത് ഫ്ലോട്ടിംഗ് ജെട്ടിയാണ് കേട്ടോ. ഇത് ഫ്ലോട്ടിംഗ് ആണ്. ഇത് വെള്ളം താഴുകയും പൊങ്ങുകയും ചെയ്യുമ്പോൾ അതിനൊപ്പം പൊങ്ങുകയും താഴുകയും ചെയ്യും. നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ സ്റ്റെപ്പ് ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഈ മഞ്ഞ ഹാൻഡ് റെയിൽ വെച്ചിട്ടുള്ള ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഇതിങ്ങനെ ചെരിഞ്ഞാണ് കേട്ടോ. അപ്പോൾ ചെരിഞ്ഞിട്ട് അപ്പോൾ എത്ര വെള്ളമല്ലേ, അപ്പോൾ എത്ര ഹൈറ്റിലാണ് വ്യത്യാസം. എന്തായാലും കൊള്ളാം. നമ്മളിപ്പോൾ ബോട്ടിൽ നിന്ന് ഫെറിയിൽ നിന്ന് ഇറങ്ങി, ആൾക്കാരൊക്കെ ഇറങ്ങി സെൽഫി പോവാം. ഇത് കണ്ടോ, ഈ പോർഷൻ കണ്ടോ, ഇത് കുത്തനെ വരുമ്പോഴേ ആൾക്കാർക്ക് സ്റ്റെപ്പ് പോലെ നടന്ന് കയറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഗതി. കണ്ടോ, ഇത് ഈ ഭാഗത്തൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഡ്രൈ ആയി കിടക്കിയിരുന്നു, ലോ ടൈഡ് ആയത് കാരണം. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല വെള്ളമായി. വാട്ട് ഈസ് നെക്സ്റ്റ്? വേറെ സർപ്രൈസ്. സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അതായത് ഞണ്ട് ഐലൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞണ്ട് ദ്വീപ്. ഞാൻ അങ്ങനത്തെ ഈ കാലിൻ്റെ മുകളിൽ നിൽക്കുന്ന വീടുകൾ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഏരിയ മുഴുവൻ, ഒരു നാട് മുഴുവൻ ഇങ്ങനെ പില്ലറിൻ്റെ മുകളിൽ നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ വരണമെങ്കിലേ നമ്മൾ KL നിന്ന് KL സെൻട്രൽ സ്റ്റേഷനിൽ പോകും. അവര് നമ്മുടെ KTM ട്രെയിൻ എടുക്കുക. ഇവിടെ ലാസ്റ്റ് സ്റ്റേഷൻ പോർട്ട് ക്ലാങ് വരണം. ഓക്കെ. അതായത് KL സെന്ററിൽ നിന്ന് KTM ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റും. അത് പോർട്ട് ക്ലാങ് ലാസ്റ്റ് സ്റ്റേഷനാണ്. സ്റ്റേഷനിൽ ഇറങ്ങി ഇതാണ് സ്റ്റേഷൻ ഇറങ്ങിയ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇതാ നമ്മുടെ ജെട്ടിയാണ്. അവിടുന്ന് 1 മണിക്കൂർ കൊണ്ട് ഫെറി പിടിച്ചാൽ നമുക്ക് ഐലൻഡ് എത്താം. അതെ, സാധാരണ ടൂറ് വരുന്ന ഐറ്റിനറികളിലൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉൾപ്പെടുത്താറില്ല എന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനത്തെ സംഭവങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ വരാൻ പറ്റും. നമ്മളിപ്പോൾ പോയത് ശരിക്കും മലേഷ്യയുടെ വെസ്റ്റ് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ളൊരു അറ്റമാണ് കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കടലാണ്. കടലിൽ കൂടി കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്തോനേഷ്യയുടെ നോർത്ത് സുമാത്ര ഏരിയ ഒക്കെയാണ് ആ ഭാഗത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുന്ന് പോന്നു. ഇനി നമ്മളിപ്പോൾ പറഞ്ഞില്ല, നമ്മൾ നിൽക്കുന്നത് ക്ലാങ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ്. മുൻപ് പോർട്ട് ക്ലാങ് പോയി, പോർട്ടാണ്. ഇപ്പോൾ
ഇപ്പോ ക്ലാങ് ടൗണ് പോകണം. ക്ലാങ് ടൗണ് അവിടെ നിന്ന് ജസ്റ്റ് പോയിട്ട് പിന്നെ തിരിച്ച് KL പോകാം എന്നാണ് സ്റ്റീഫൻ ബ്രോയുടെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ എത്തി ഈ ക്ലാങ് ടൗൺ സെന്ററാണ്. ആ സോ ക്ലാങ് ടൗൺ സെലങ്കോർ സംസ്ഥാനം പഴയ ക്യാപിറ്റൽ ആണ്. സെലാങ്കൂർ സംസ്ഥാനത്തിന്റെ ക്യാപിറ്റലാ? അതെ അതെ. ഓക്കെ ഓക്കെ. കൊല്ലംപൂർ മുൻപ് ഇവിടെ മെയിൻ സിറ്റിയാണ്. ക്ലാങ് സിറ്റിയിൽ ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്തിൻ്റെ പേര് തെങ്കു ക്ലാൻ എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് ലിറ്റിൽ ഇന്ത്യ എന്ന് പറയും. ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ താമസിക്കുന്നവർ അതുപോലെ തന്നെ ഇവിടെയുള്ള ബിസിനസ്സുകളൊക്കെ മിക്കവാറും ഒക്കെ ഇന്ത്യക്കാരുടെ ആയിരിക്കും. ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി തമിഴ് പീപ്പിൾസ് ആയിരിക്കും. ഇപ്പോൾ തന്നെ നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ചുറ്റും കാണുന്ന കടകളിലൊക്കെ ഭൂരിഭാഗം തമിഴ് കമ്മ്യൂണിറ്റീൻ്റെ കടകളൊക്കെയാണ്. മലേഷ്യയിൽ പല സിറ്റികളിലും ഇതുപോലെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന ഏരിയകളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കോലാലംപൂർ കണ്ടിട്ടുണ്ട്, അതുപോലെ മലാക്കയിലുണ്ട്, ഇപ്പോൾ ഇവിടെയുണ്ട് ലിറ്റിൽ ഇന്ത്യ. പിന്നെ ഇതാ ഈ ഭാഗത്ത് ഒരു മുസ്ലിം പള്ളി ഉണ്ട് കേട്ടോ, മസ്ജിദ് തെങ്കുക്കലാണ് അല്ലേ. പക്ഷെ പാർക്കിംഗ് കിട്ടി, ഭാഗ്യം അല്ലേ. അഷ്റഫ് ലക്ക്, നല്ല ലക്ക്. അല്ലക്ക അതാണ് പാർക്കിംഗ് കിട്ടിയത്, എപ്പോഴും പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങാം, ടൗണിലൊന്ന് നടക്കാം. ഇവിടെ തമിഴ് പീപ്പിൾസ് ആണ് മെജോറിറ്റി എന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഓരോ ഷോപ്പിൽ നിന്നും നല്ല ഹൈ വോളിയത്തിൽ തമിഴ് പാട്ടുകൾ ഇങ്ങനെ കേൾക്കാൻ പറ്റും. നമുക്ക് നമ്മൾ കോയമ്പത്തൂരൊക്കെ പോകുമ്പോൾ ചില ഏരിയയിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ടല്ലോ. അതുപോലെ തന്നെ കോയമ്പത്തൂർ ബസ്സിൽ കയറുമ്പോൾ നമുക്ക് ആ ഒരു സംഭവമുണ്ട്, ഹൈ വോളിയത്തിൽ തമിഴ് പാട്ടായിരിക്കും. അവരുടെ ഒരു രീതിയാണത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. ഇത് ആ ദൂരെ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ ക്ലാങ് സ്റ്റേഷൻ, ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രെയിൻ ഇതുവഴി പാസ് ചെയ്തിട്ടാണ് പോർട്ട് ക്ലാങ്ങിലേക്ക് എത്തുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു കെട്ടിടം കണ്ടോ, ഒരു നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് കെട്ടിടം. ഇതാണ് മ്യൂസിയം കേട്ടോ, ഇവിടുത്തെ മ്യൂസിയമാണ്. പക്ഷേ റോയൽ മ്യൂസിയം ആണ്. അതായത് ഇവിടുത്തെ രാജാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് പോയി കാണാൻ പറ്റും. പക്ഷേ അത് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ സമയം 6:45 ഇവിടെ ഇങ്ങനെ അത്യാവശ്യം നല്ല വെയിലും ഒക്കെ ഉണ്ടെങ്കിലും 6:45 സമയം. പിന്നെ ഇവിടെ നല്ലൊരു ലോണൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ ഈ വൈറ്റ് കളർ ബിൽഡിംഗ് ഒക്കെ ഉണ്ടോ, ചെന്നൈ സിൽക്ക് സാരീസ്, അത് മുൻപ് അല്ലേ. ഇത് സെലാങ്കോർ ആദ്യ ബാങ്ക് ബിൽഡിംഗ് ആണ്, സ്റ്റാൻഡേർഡ് ബാങ്ക്. ഇപ്പൊ ബാങ്ക് അല്ല, തെക്കുവായി ഫസ്റ്റ് ബാങ്ക് ബിൽഡിംഗ് ആണ്. നടന്നു വരുമ്പോ വീണ്ടും ആ പള്ളിയുടെ മുമ്പിൽ കൂടി ഇങ്ങനെ വന്നു കേട്ടോ. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പോന്നപ്പോ ഇവിടെ കണ്ടോ ഒരു ഷോപ്പിംഗ് സെന്റർ ആണ്, ഒരു ബിൽഡിംഗ്. അതിന്റെ ആ വരാന്തയിൽ കൂടി ഇങ്ങനെ വരുമ്പോ താഴത്ത് കണ്ടോ നമ്മുടെ നാട്ടിൽ ഈ പക്ഷിശാസ്ത്രം ഒക്കെ പറയില്ലേ, കൈ നോക്കിയിട്ട് കൈരേഖ നോക്കിയിട്ട് ഭാവി വർത്തമാനം ഭൂതമൊക്കെ പറയുന്ന ആൾക്കാരിരിക്കില്ലേ, അതുപോലത്തെ സംവിധാനം. ആളിപ്പോൾ ഇവിടെ അല്ല, ചായ കുടിക്കാനെങ്ങാണ്ട് പോയതായിരിക്കും. പക്ഷെ തത്തയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, കണ്ടോ. നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് വീണ്ടും ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ആർച്ച് കടന്ന് ഇങ്ങോട്ട് വന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് റോയൽ ഏരിയ ആണ് അത്ര കേട്ടോ. ഈ കോമ്പൗണ്ടൊക്കെയാണ്. ഇതെല്ലാം കേട്ടോ പാലസ് ഒക്കെ. സെലാങ്കോർ സുൽത്താൻ പാലസ്. സെലാങ്ങൂർ സ്റ്റേറ്റിന്റെ രാജാവിന്റെ പാലസാണ് കേട്ടോ. അവിടെ ഫ്ലാഗ് കണ്ടോ, അത് ഈ സ്റ്റേറ്റിന്റെ ഫ്ലാഗാണ് കേട്ടോ. അതായത് മലേഷ്യയുടെ ഫ്ലാഗും പിന്നെ ഓരോ സ്റ്റേറ്റിനും ഓരോ ഫ്ലാഗും ഉണ്ട് കണ്ടോ. ഇതായിരിക്കും എൻട്രൻസ് അല്ലേ, കൊട്ടാരത്തിന്റെ പടി, ഗേറ്റ്. യെസ്, കൊള്ളാം. ഇസ്താന അലം ഷാ. ഇസ്താന എന്ന് പറഞ്ഞ കൊട്ടാരമാണ്. ഞങ്ങള് ഇങ്ങോട്ട് വന്നപ്പോൾ മുതല് പാട്ട് വേണോ, പാട്ടിടണോ, പാട്ടിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സ്റ്റീഫൻ ബ്രോ. അതുകൊണ്ട് നമ്മള് പാട്ട് വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. അപ്പൊ സംഭവം പുള്ളിന്റെ വണ്ടിയിൽ മലയാളം പാട്ടുകളാണ് പുള്ളി എപ്പോഴും കേൾക്കുന്നത്. ഒന്ന് പാട്ടിട്ട് നോക്കിയാലോ നമുക്ക്. മലയാളം ഏത് കാറ്റഗറി സോങ്സ് ആണ്? ഒരുപാട് പഴയ മലയാളം പാട്ടുകളൊക്കെ പുള്ളിയുടെ കളക്ഷനിലുണ്ട്. ഇതൊക്കെയാണോ കേൾക്കുന്നത്? ചിലപ്പോൾ ഇഷ്ടമാണ്. All songs is gold അല്ലേ, gold songs അല്ലേ, all songs is gold. Evergreen അല്ലേ, evergreen. Correct. അത് അടിപൊളിയായിട്ടോ. കടന്നു പോകുവതാരോ, കുളിർ പകർന്നു പോകുവതാരോ, തെന്നലോ തേൻതുമ്പിയോ. അങ്ങനെ അവിടുന്ന് പുറപ്പെട്ടിട്ട് പിന്നെ നമ്മൾ സൺവേ ലഗൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു പാർക്കാണ്, അമ്യൂസ്മെന്റ് പാർക്കാണ്. നമ്മൾ അവിടെ പോയില്ല. അതിന്റെ അടുത്തുള്ളൊരു മാള് അല്ലേ, സൺവേ പിരമിഡ്. അതായത് സൺവേ ഗ്രൂപ്പിന്റെ തന്നെ
ഈജിപ്ഷ്യൻ തീമിലുള്ള കംപ്ലീറ്റ് ഈജിപ്ഷ്യൻ തീമാണ് അതിൻ്റെ എല്ലാ ആർക്കിടെക്ചറും ഡിസൈനെല്ലാം. അത് ശരിക്കും അതിൻ്റെ ഒരു മകുടം പോലത്തെ സംഭവം ഉണ്ടാവില്ലേ മാളുകൾക്ക് ഒരു സെൻറ്റർ പോയിന്റ്, ആ ഭാഗം ശരിക്കും പുറത്തുനിന്ന് ഒരു പിരമിഡിൻ്റെ ഷേപ്പാണ് കേട്ടോ, വലിയൊരു പിരമിഡിൻ്റെ ഷേപ്പ്. അതിൻ്റെ അകത്ത് നോക്കിയാൽ നമുക്കത് ഇങ്ങനെ മനസ്സിലാവും. പിന്നെ ഈ മാളിൻ്റെ എൻട്രൻസ് നമ്മുടെ സ്ഫിങ്സ് ഇല്ലേ, ആ സിംഹം അല്ലേ, അതിൻ്റെ രൂപമാണ് അതിൻ്റെ എൻട്രൻസിൻ്റെ മുകളിൽ ഇങ്ങനെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ആ കാഴ്ചകളൊക്കെ കണ്ടെന്ന് കുറച്ച് സമയം നടന്നു. പിന്നെ അവിടെ തന്നെ ഉള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ചിപ്പോൾ നമ്മുടെ KL വന്നു. നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇപ്പോൾ ഇനി ഞാൻ റൂമിലേക്ക് പോവാണ്. ഞാൻ എന്ത് റൂമിൽ പോകും? സ്റ്റീഫൻ ബ്രോയുടെ റൂമിലേക്ക് പോവാണ്. ഇന്നോടി ഞാനിവിടെ ഫൈസലിൻ്റെ റൂമിൽ നിൽക്കും. ഫൈസൽ ഇന്തോനേഷ്യ പോയതാണ് ഇന്നലെ, ഇന്ന് തിരിച്ചു വരും. നാളെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. നാളെയും തിരിച്ച് KL തന്നെ വരും. മറ്റന്നാൾ പോയാൽ പിന്നെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കറങ്ങിയിട്ട് അങ്ങനെ ഒക്കെ തിരിച്ചു വരുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്റ്റീഫൻ ബ്രോ അതിന് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ഞാൻ വരട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിങ്ങളോട് ബൈ.